വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ക്ഷണം. തുറമുഖ വകുപ്പ് മന്ത്രിയുടെ കത്ത് ഇന്നുച്ചയോടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെത്തിച്ചു. എന്നാൽ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്തെന്ന് കത്തിൽ പറയുന്നില്ല. തന്റെ സ്വന്തം ലെറ്റർ പാഡിലാണ് ക്ഷണക്കത്ത് നൽകിയതെന്നും ആരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് ഫൈനലൈസ് ചെയ്തതും ഇന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ. ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കും തീരുമാനിക്കേണ്ടത് നമ്മളല്ല, കേന്ദ്രത്തിന് നമ്മൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് അവരാണ് പ്രോഗ്രാം തീരുമാനിച്ച് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയസിലിരിക്കണം, ആരെയൊക്കെ പ്രസംഗിപ്പിക്കും, എത്ര പേര് ഇരുത്തും എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. അതിൽ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ എന്റെ ലെറ്റർ പാഡിൽ അദ്ദേഹത്തിന് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വേറെ സംഗീതമായ ഒരു കാഴ്ചപ്പാടുമില്ല. ഇവിടെ ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല. അതിൽ ഇന്നലെ തന്നെ ശശി തരൂർ MP അദ്ദേഹം അവിടെ വരികയും കാണുകയും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയാൽ ഞാൻ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലം MLA കൊടുത്തിട്ടുണ്ട്. സലിം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സലിം, ഒടുവിൽ പ്രതിപക്ഷ നേതാവിനെ സർക്കാർ വിഴിഞ്ഞം കമ്മീഷൻ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ റോൾ എന്താണെന്നൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുക എന്ന് മന്ത്രി തന്നെ പറയുന്നു. എന്തുകൊണ്ട് ക്ഷണിക്കാൻ വൈകി എന്നതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? പ്രജിൻ, ക്ഷണിക്കാൻ എന്തുകൊണ്ട് വൈകി എന്നതിന് ഔദ്യോഗികമായ ഒരു മറുപടി ഇല്ല. പകരം അവർ പറയുന്ന ഒരു മറുപടി എല്ലാവരെയും ഇപ്പോൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിന്റെ ഭാഗമായി ഇപ്പോൾ ക്ഷണിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എന്തൊക്കെയായാലും ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയത്തുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളും അതിനെ ചൊല്ലിയുണ്ടായ വലിയ പ്രതികരണങ്ങൾക്കുമൊക്കെ ശേഷമാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ തയ്യാറായത് എന്നുള്ളത് വാസ്തവമാണ്. ഇന്നലത്തെ തീയതി രേഖപ്പെടുത്തിയ കത്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഇന്ന് ഉച്ചയോടെ എത്തിയത്. പക്ഷേ അത് ഇന്ന് ഈ വിവാദങ്ങൾക്ക് ശേഷം തന്നെ നൽകിയതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവിന് മുൻപ് സമാനമായ നിലയിൽ ഈ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയിരുന്നു. അന്ന് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന ചോദ്യത്തിന്, മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതിനേക്കാൾ വലിയ ആഘോഷങ്ങൾ വരികയല്ലേ, അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കും എന്നായിരുന്നു മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞ മറുപടി. പക്ഷേ അതിനുശേഷം അതിനേക്കാൾ വലിയ ആഘോഷം, അതിൻ്റെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ചടങ്ങ് നടക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സമീപനമാണ് സർക്കാർ ആദ്യം സ്വീകരിച്ചത്. പിന്നാലെ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ വിമർശനവുമായി രംഗത്തെത്തി. പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സംഭാവനയാണ് എന്നുള്ളതാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതല്ല, പിണറായി വിജയൻ LDF സർക്കാരിന്റെയും ഇച്ഛാശക്തിയുടെ ഫലമാണ് എന്നാണ് CPIM നേതാക്കളുമൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്നത് വിവാദമാവുകയും അതിന് പിന്നാലെ ക്ഷണിക്കുകയും ചെയ്ത്. എന്തായാലും ആ വിവാദം ഇതോടുകൂടി അവസാനിക്കുമെന്ന് തന്നെ കരുതുന്നു. പക്ഷേ അപ്പോഴും ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെങ്കിൽ കൂടി കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ ആ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നില്ല എന്നതിൽ കൂടി ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. കാരണം വിഴിഞ്ഞത്തെ വികാര വായ്പോടുകൂടിയാണ് തങ്ങൾ കാണുന്നത് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ മറുപടി. അതുകൊണ്ട് തന്നെ അതിന്റെ കമ്മീഷനിങ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെങ്കിലും പങ്കെടുക്കും, തങ്ങളുടെ രാഷ്ട്രീയം അവിടെ പറയും എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്. കാരണം നേരത്തെ ഈ ട്രയൽ റണ്ണിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നില്ല. അതിന് മുൻപൊരു ചടങ്ങിൽ, ഈ വിഴിഞ്ഞത്ത് ആദ്യമായി കപ്പലെത്തുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിനെ വിമർശിക്കുകയും ഒപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസംഗം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഈ പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും നിലയിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയാൽ ആ നിലയിൽ ഈ UDF സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകളും കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ വർത്തമാനം പ്രതിപക്ഷ നേതാവ് പറയും എന്നുള്ളതിലും തർക്കമില്ല. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ശശി തരൂർ MP, M. വിൻസെന്റ് MLA എന്നിവരാണ് കോൺഗ്രസിന്റെ ഭാഗമായി പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന് ക്ഷണം കിട്ടിയ സാഹചര്യത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല. പ്രജിൻ, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.